ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കിരണും കല്യാണിയും ചന്ദ്രസേനനും രൂപയും ആൽബിയും സോണിയും ഒക്കെ പൂജാമുറിയിൽ പോയിട്ട് വിഷുവായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിരണും കല്യാണിയും രൂപയും അതേപോലെ തന്നെ ചന്ദ്രസേനനും ആൽബിയും സോണിയും ഒക്കെ പൂജാമുറിയിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിഷുവാണല്ലോ, വിഷുക്കണിയൊക്കെ കണ്ട് അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോഴാണ് കല്യാണി പറയുന്നത്, ഇന്ന് അയാൾ വരും ഇവിടെ. അത് ആരാ മോളെ എന്ന് ചോദിക്കാണ് രൂപ. അപ്പോൾ കല്യാണി പറയാണ്, അത് അമ്മയുടെ ആങ്ങള. കല്യാണി പറയാണ്, അമ്മ അച്ഛനടുത്ത് പറയണ്ടേ ഈ കാര്യം, അമ്മ അച്ഛനറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറയാണ്. അപ്പോൾ അതേപോലെ തന്നെ സോണിയും ആൽബിയും ഒക്കെ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിയാണ്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, ചന്ദ്രസേനൻ പിന്നെ രൂപയോടായിട്ട് പറയാണ്, ഞങ്ങൾ ഇവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ആൽബിമോന് പോകണമെന്ന് പറയുന്നുണ്ട്, ഞങ്ങളവിടെ പോയിട്ട് വരാം. അപ്പോൾ കിരണും പറയാണ്, എന്നാൽ പിന്നെ ഞങ്ങളും വരുന്നു. അത് കേട്ടിട്ട് സോണി പറയാണ്, നിങ്ങൾ വരണ്ട, ഇപ്പോൾ ഞങ്ങൾ പോയിക്കോളാം, എന്നിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണെന്ന് എല്ലാവരും അറിയാൻ. നേരം പുലരുന്നതിന് മുമ്പായതുകൊണ്ട് നിങ്ങൾ വിഷുക്കണി കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് കരുതി. അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന ആൾക്ക് ഒരു കുഴപ്പമില്ലാന്ന് എല്ലാവരും അറിയും. കിരൺ പറയാണ്, ഷോ ഇത് വല്ലാത്തൊരു ശ്വാസം മുട്ടല. അത് കേട്ട് രൂപ പറയാണ്, കുറച്ച് നാളിങ്ങനെ ശ്വാസം മുട്ടുന്നത് നല്ലതാ. പിന്നെ ആൽബി, എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി, എന്നാൽ പോയിട്ട് വാ. അമ്മേ, ഇനി ഞാൻ ക്ലിയറായിട്ട് പറയാം, ഇന്നൊരാൾ സരേവിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞിട്ട്. അതാരാ മോളെ? അപ്പോൾ കിരൺ, അമ്മയുടെ ആങ്ങള ബകാസുരൻ. അസുരൻ ഇതുവരെ ഏതോ പൊത്തിലൊളിച്ച് ചെന്നിട്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക, ഭാര്യയും മോളെയും കാണാനായിട്ട്. അത് കേട്ട രൂപ, മോൻ്റെ അച്ഛൻ ഇതറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നാളെ പോലീസും ബഹളമായിരിക്കും, അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക മോൻ്റെ അച്ഛൻ. എന്നാൽ ഞാൻ കൊല്ലാതെ കൊല്ലണം എന്ന് പറഞ്ഞ്. എന്തായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ അയാളെ ഒന്ന് കാണുന്നുണ്ട്. അത് വേണോ മോനെ? മുഖം മറച്ചുകൊണ്ട് കാണാം അമ്മേ. ഏതായാലും അയാളുടെ ആൾക്കാർ എനിക്ക് നല്ലൊരു സ്വീകരണം നൽകിയതല്ലേ, ഞാനത് തിരിച്ചു കൊടുക്കണ്ടേ? അത് കേട്ട രൂപ, മോനെ അമ്മ ഒന്നും പറയണ്ട, രക്തബന്ധമുള്ള ആളാ, എന്നിട്ടും നമ്മളെ അയാൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ എത്ര തവണ അയാളോട് ക്ഷമിച്ചതാ? ഇനി അതിന് ഒന്നും പറ്റില്ല, അടിക്ക് തിരിച്ചടി. അല്ലെങ്കിൽ നാളെ ഇവിടെ എൻ്റെ അച്ഛൻ നിൽക്കുമ്പോൾ അയാളുടെ ആൾക്കാരുമായിട്ട് കൊലവിളിയായിട്ട് വരും, അത് എനിക്കൊഴിവാക്കിയേ പറ്റൂ. പിന്നെ കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ വിഷുവിൻ്റെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വരുണിൻ്റെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തന്നെ അമ്മ വന്ന് കഥ തുറക്കുകയാണ്. വരുണിൻ്റെ അമ്മ സ്വീകരിക്കുകയാണ്. മോനെത്തിയോ? എന്നാ അകത്തേക്ക് വാ. രാഘവേട്ടാ, ദേ മോനെത്തി. മോനെ തന്നെ കാഴ്ച കാണും, ചിരിക്കാണ് അച്ഛൻ. അപ്പോൾ അമ്മ ചോദിക്കാണ്, മോളെവിടെ? മോളെ വേഗം വാ, വാ മോളെ. മോളെ വിഷുവായിട്ട് ഒന്നാമത് കയറിയത് മോനാ. അത് കേട്ട് വരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതിൻ്റെ കാലക്കേട് ഇനി ഉണ്ടാവുമോ എന്തോ. അതേസമയം അച്ഛൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, കള്ളന്മാരെ കാഴ്ച കാണുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, അല്ല വിഷുക്കണിയൊന്നും ഒരുക്കിയിരുന്നില്ലേ? അയ്യോ ഇല്ല, മോനെ തന്നെ കണി കാണാമെന്ന് വെച്ചു. അത് കേട്ട് മനോഹർ പറയാണ്, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടു കാണുമല്ലോ, അതിലൊന്നും കാര്യമില്ല മോനെ. നമ്മുടെ വീട്ടിൽ ആരാണ് ആദ്യം കയറുന്നത് അവരാണ് കണി. അതുകൊണ്ടിന്ന് പത്രക്കാരോട് പോലും വരണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ മനോഹർ പോക്കറ്റിൽ നിന്നൊരു കെട്ടെടുത്തിട്ട് അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇതാ ഇത് എൻ്റെ ഒരു വിഷുക്കൈ നീട്ടം. അച്ഛൻ അത് 2 കൈ നീട്ടി വായിക്കുകയാണ്. അതേപോലെ തന്നെ അമ്മയ്ക്കും കൊടുത്തു, അതേപോലെ തന്നെ വരുണിനും കൊടുക്കുകയാണ്. ദേ ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുകയാണ്. അവൻ ഒരു ജ്വല്ലറിയുടെ കവർ കൊടുത്തിട്ട് പറയാണ്, ഇതാണ് എൻ്റെ മോൾക്കുള്ള വിഷു സമ്മാനം. അത് കണ്ടിട്ട് അമ്മ സന്തോഷത്തോടെ പറയാണ്, അയ്യോ എന്താ ഇതൊക്കെ, കല്യാണത്തിന് മുമ്പ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഇതുപോലെ ഞാനും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് എനിക്ക് ചെക്ക് തന്നപ്പോൾ. ഇനിയിപ്പോൾ എനിക്ക് തന്നാലും ഇല്ലെങ്കിലും ഞാനിത് മോൾക്ക് കൊടുക്കാൻ പോവുക. നമ്മുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആദ്യത്തെ വിഷുവാണ് ഇത്. അതിനെ എനിക്ക് വെറും കൈയോടെ വരാൻ തോന്നിയില്ല. ഇതാ ഇത് വാങ്ങിക്കുമോളെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇടയിൽ കയറിയിട്ട് അച്ഛൻ പറയാണ്, അതല്ലേ വെള്ളി രൂപയും കൊണ്ട് മോൻ വന്നത്?
എങ്കിലും അത് സ്വർണ്ണമല്ലല്ലോ. ഇന്നത്തെ ദിവസവും സ്വർണം തരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അമ്മ ഇടയ്ക്കേറി ചോദിക്കുകയാണ്, അപ്പോൾ നമ്മളെ മോന് വിഷുക്കൈ നീട്ടൊന്നും കൊടുക്കണ്ടേ? അപ്പോൾ അച്ഛൻ, ആ കൊടുക്കണം. അതല്ലേ ഞാൻ വരാൻ പറഞ്ഞത്. ആ അതിങ്ങെടുക്ക്. അതേസമയം മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, വീണ്ടും 1 കോടി തന്നെയാണോ എന്തോ. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, എന്താ ഇത്? ഇത് മോന് തരാനുള്ളതാ. അയ്യോ, എനിക്കൊരു വെള്ളി രൂപ മതിയായിരുന്നല്ലോ. മോനെ, വിഷുക്കൈ നീട്ടം തരുമ്പോൾ എതിരൊന്നും പറയരുത്. തൃപ്തിയോടെ പുഞ്ചിരിയോടെ വാങ്ങണം. ചെക്കാണോ അച്ഛാ? അത് കേട്ട അച്ഛൻ എന്ന് ചിന്തിക്കുക മനസ്സിൽ. അപ്പോൾ അമ്മയും പറയാണ്, ചെക്കാണെങ്കിലും കാശായാലും എന്താ കുഴപ്പം മോനെ? ഇപ്പോഴാരും ക്യാഷ് കൊടുക്കാറില്ലല്ലോ സുഗന്ധി. മോനെ, ഇതങ്ങോട്ട് പിടിച്ചേ, ഐശ്വര്യമായിട്ട് വാങ്ങിക്ക്. എൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഭയങ്കര ഐശ്വര്യ അച്ഛൻ പറയാം. അത് നമ്മുടെ കമ്പനിയിൽ എല്ലാവരും പറയലുണ്ട്. അമ്മയും കൂട്ടിച്ചേർക്കാണ്. ഇത്തവണയാ രാഘവേട്ടൻ ആർക്കും കൈനീട്ടം കൊടുക്കാതിരുന്നത്, അല്ലേ രാഘവേട്ടാ? അതെ അതെ, മരുമോൻ ഇവിടെയുള്ളത് കൊണ്ടാ ഇത്തവണ ഞാൻ ഇവിടെ നിന്നത്. അത് സാരമില്ല, അടുത്ത വർഷം മോൻ വേണം ഇത് എല്ലാവർക്കും കൊടുക്കാൻ. അപ്പോൾ വരുൺ എന്തൊക്കെയോ ആക്ഷനായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് മനോഹറിന് മനസ്സിലായില്ല. അപ്പോൾ അമ്മ കൂട്ടിച്ചേർക്കാണ്, ആ അമ്പലത്തിൽ പോകണം എന്നാ മോള് പറഞ്ഞത്. ഓ മനസ്സിലായി. ആ മോള് ഒരുങ്ങി നിൽക്കുകയാണോ? ഇല്ല എന്ന് ആക്ഷനായിട്ട് കാണിക്കുകയാണ്. ആ എന്നാൽ മോള് ഒരുങ്ങിയിട്ട് വാ, ഞാൻ അപ്പോഴേക്കും വണ്ടിയിലിരിക്കാം. സത്യം പറയാലോ, ഇന്നത്തെ ദിവസം ആദ്യം ഞാനാണ് വീട്ടിൽ കയറുന്നത് എന്നറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും കയറിയിട്ടേ ഞാനിങ്ങോട്ട് വരുള്ളായിരുന്നു. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അതിനല്ലേ മോനെ ഞങ്ങൾ കാത്തിരുന്നേ. എനിക്ക് വിഷുവായിട്ട് 1-2 പേരെ വിളിക്കാനുണ്ട്. മൊബൈൽ വണ്ടിയിലാണ്. ഞാൻ കാറിലിരിക്കാം. അത് കേട്ട് അച്ഛൻ പറയാണ്, ആ എന്നാൽ ആയിക്കോട്ടെ മോനെ. ആ കവറ് തുറന്നു നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോവും. അത് കേട്ട് അമ്മ അച്ഛനോട് പറയാണ്, ആ ഞെട്ടട്ടെ, ശരിക്കും ഞെട്ടട്ടെ. എൻ്റെ അമ്മോ, കല്യാണത്തിന് മുമ്പ് മരുമക്കളെ സഹായിക്കുന്ന ഒരു അമ്മായി അച്ഛനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനോഹർ കാറിലിരുന്നിട്ട് ചിന്തിക്കുകയാണ്. അതിനുശേഷം കവർ പൊട്ടിച്ച് നോക്കി. അപ്പോൾ അവന് ശ്വാസം നിലച്ചുപോയി. ആ ആ 5 കോടിയോ? പൊളിച്ചടാ, പൊളിച്ച് മൊത്തപ്പോൾ 7 കോടി. ഈ കണക്കിന് കല്യാണം കഴിയുമ്പോൾ ഒരു 10-20 കോടി ഉറപ്പാ. ഇനി സരയുവിൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് സരയു എന്ന യക്ഷിയെ ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അപ്പോഴേക്കും വന്ദന എന്ന് പറയുന്ന വരുൺ ഒരുങ്ങി റെഡിയായിട്ട് വരികയാണ് കാറിൻ്റെ അടുത്തേക്ക്. അത് കണ്ട് മനോഹർ നോക്കുകയാണ്. അവൻ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ആക്ഷനായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയാണ്, വിഷുവിൻ്റെ അന്ന് ഈ വേഷത്തിൽ എനിക്ക് മോളെ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എങ്കിലും മനോഹർ ഒരു വിഷമം കാണിക്കുകയാണ്. അപ്പോൾ വരുൺ ചോദിക്കുകയാണ്, എന്ത് പറ്റി എന്ന്. അതായത് മനോഹർ അപ്പോൾ പറയാണ്, എന്ത് പറ്റിയെന്നോ? നേരത്തെ 2 തവണയായിട്ട് 2 കോടി തന്നു, ഇപ്പം ഇതേ 5 കോടി. ഇത് വല്ലാത്തൊരു ഇൻസൾട്ടാ. അതിനെന്താ, അതിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് അവൻ കാണിക്കുന്നത്. മോളുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ചെക്ക് ഞാൻ കീറി ദൂരേക്കെറിഞ്ഞാനെ. ഇനി ഇതേ കല്യാണത്തിന് മുമ്പ് ഇതേപോലുള്ള സാഹസം കാണിച്ചാൽ ഇത് ഞാൻ വലിച്ചു ദൂരേക്കെറിയും. വിഷുവിന് വിളിച്ചപ്പോഴേ അറിയായിരുന്നു ഇതുപോലത്തെ എന്തെങ്കിലും വേണ്ടാത്ത പണിയെടുക്കുമെന്ന്. അമ്മായിയച്ഛൻ ഈ കാണിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഞാൻ തന്നതുപോലെ ഒരു വെള്ളി നാണയം തന്നാൽ പോരായിരുന്നോ? അതിനു പകരം ചെക്ക് ഒപ്പിട്ട് തന്നിരിക്കുന്നു. ഇനിയും വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ മോൾക്ക് തന്നാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. വരുൺ കാണിക്കാണ് പോകാനുള്ള ആക്ഷൻ. അപ്പോൾ മനോഹർ പറയാണ്, ആ പോകാം. ഏത് അമ്പലത്തിലാണെന്നോ? അപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആൾക്കാർ കൂടുന്നിടത്ത് ഏതെങ്കിലും അമ്പലത്തിൽ പോയാൽ ഏതെങ്കിലും ഒരുത്തൻ എന്നെ തിരിച്ചറിയും. അത് കണ്ട് മനോഹർ വരുൺ ചോദിക്കുകയാണ്, എന്താ ആലോചിക്കുന്നത്? മോളോ, ഏത് അമ്പലത്തിൽ പോകും എന്ന് ആലോചിക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് അങ്ങോട്ട് ഒരു അമ്പലമുണ്ട്, ബുധനാഴ്ചക്കാവ്. അവിടെ കൃഷ്ണൻ്റെ അമ്പലമാണ്. അങ്ങനെ ഒരു പേരേ ഉള്ളൂ, അവിടെ കാവൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, എന്നാൽ തിരക്കും കുറച്ച് കുറവായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു പോസിറ്റീവ് വൈബാ. അത് കേട്ട് വരുൺ സന്തോഷത്തോടെ നോക്കുകയാണ്. എന്നാൽ നമുക്ക് അവിടെ തന്നെ പോകാം എന്നുള്ളൊരു ആക്ഷൻ കാണിക്കുകയാണ്. ആ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് പോകാം. അതേസമയം ഇവിടെ ഷാരിയും സരയും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ മകൾ ഒന്നും അറിയാതെ ഒരു ദുഷ്ടനായ ഒരുത്തനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇനി എത്രയും പെട്ടെന്ന് അവൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോകണേ, അതിനുള്ള സാഹചര്യം ഒരുക്കിത്തരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതേ ക്ഷേത്രത്തിലാണ് ഷാരിയും സരയും ഉള്ളത്.
അപ്പോൾ അവിടെ എത്തിയിട്ട് മനോഹറും വരുണും പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മനോഹർ അവരെ കാണുന്നത്. അവർ നടന്ന് ഇറങ്ങി വരുന്നത് മനോഹർ ശ്രദ്ധിച്ച് കാണുകയാണ്. അപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ അമ്മേ, ഞാൻ പെട്ടു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ വരുൺ മനോഹറിനെ കാണുന്നില്ല. അപ്പോൾ വരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൻ ഇവിടെ പോയി. അപ്പോഴാണ് വരുണിൻ്റെ ശ്രദ്ധയിലും പെടുന്നത് സരയും ഷാരിയും അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹർ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. അയാൾ ചോദിക്കുകയാണ്, ആരെയോ മറിഞ്ഞു നിന്ന് നോക്കുകയാണല്ലോ. ഏയ് ആരെയും മറിഞ്ഞു നിന്ന് നോക്കുകയല്ല, മറിഞ്ഞു നിന്ന് തൊഴുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു ആചാരമാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല. അയാൾ വീണ്ടും പറയണം, അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. അല്ല, അത് ഒരു ജ്യോത്സ്യനാണ് എന്നോട് പറഞ്ഞത്. അതുമാത്രമല്ല നല്ല ഫലം കിട്ടുമെന്നും പറഞ്ഞു. ആ ജ്യോത്സ്യന് ചിലപ്പോൾ തലക്ക് വട്ടായിരിക്കുന്നേ. അതും പറഞ്ഞ് അയാൾ പോയി. അപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ ശരിക്കും വട്ടായിരിക്കും. സരയോ ഷാരിയും തിരിച്ചു വരികയാണ്. അപ്പോൾ ഷാരി ചോദിക്കുകയാണ് സരയോനോട്, നന്നായിട്ട് പ്രാർത്ഥിച്ചോ മോളെ? പ്രാർത്ഥിച്ചു. മനുവേട്ടനും കുഞ്ഞിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണേന്നും അതിൻ്റെ ഒപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകാൻ പറ്റണേന്നും പ്രാർത്ഥിച്ചു. അതേസമയം വരുൺ മനസ്സിൽ ചിന്തിക്കുന്നത്, ഈ നാടകം നന്നായി ആടിത്തീർക്കാൻ കഴിയണേ. മനോഹർ വഞ്ചിച്ച പെൺകുട്ടികൾക്ക് ഇത് സന്തോഷം പകരണേ. അതേസമയം അവൻ ഒളിഞ്ഞു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിക്കുകയാണ് അവരെ. അപ്പോഴാണ് ഷാരിയുടെയും സരയുടെയും ശ്രദ്ധയിൽപ്പെട്ടത് മനോഹർ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത്. അപ്പോൾ തന്നെ സരയെ വിളിക്കുകയും ചെയ്ത്, മനുവേട്ടാ. ഷാരി ചോദിക്കുകയും ചെയ്ത്, നീ എന്താ ഇവിടെ? അപ്പോൾ മനോഹർ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ തൊഴാൻ വന്നതാ. അപ്പോൾ മനോഹർ പറയാണ്, ഞാനും തൊഴാൻ വേണ്ടി വന്നതാ. ഇന്നൊരു വലിയ ഡീല് നടക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്നൊരു ഉൾവിളിയുണ്ടായി, ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഒന്നും അറിയാതെ സരയു സന്തോഷത്തോടെ പറയാണ്, അയ്യോ ഞങ്ങൾ മനുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. മനുവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണേന്ന്, നമുക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കണേന്നും പ്രാർത്ഥിക്കാൻ. ദേ അപ്പം തന്നെ മനുവേട്ടൻ മുന്നിൽ വന്ന് പെട്ടു. നമ്മൾ അർച്ചന കഴിപ്പിച്ചോ? അർച്ചനയോ? അല്ല, നേരത്തെ അമ്പലത്തിലെന്തോ വഴിപാട് കഴിപ്പിക്കണോ എന്ന് പറഞ്ഞിരുന്നല്ലോ. സരയു പറയാണ്, ഇല്ല പറഞ്ഞില്ല. എന്നാലും അമ്പലത്തിൽ വരുമ്പോൾ കഴിപ്പിക്കാലോ. എന്താ മനുവേട്ടന് പറ്റിയത്? മൊത്തത്തിൽ ഒരു പതർച്ചയുണ്ടല്ലോ. ഏയ് ഇത് പതർച്ചയല്ല, സന്തോഷാ. മോളുവിൻ്റെ മുഖം മനസ്സിൽ കണ്ടോണ്ടാ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. അപ്പം തന്നെ മോളു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തോ എന്ത് പറയണം എന്ന് അറിഞ്ഞൂടാത്തൊരു അവസ്ഥ. അപ്പോഴേക്കും നടന്ന് വരുണും അവിടെ എത്തി. പക്ഷേ വരുൺ കളി ക്ലൈമാക്സിൽ തന്നെ പോകാം എന്ന് കരുതി മാറി നിൽക്കുകയാണ്. ഇപ്പം അങ്ങോട്ട് പോയാൽ എല്ലാം കുഴയും. അവൻ പിടിക്കപ്പെട്ടാൽ ഇതിൻ്റെ ക്ലൈമാക്സ് കാണാൻ പറ്റില്ല, എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും. എന്നാൽ പിന്നെ നിങ്ങൾ തൊഴു, ഞാൻ അർച്ചനയ്ക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ പ്രസാദം വാങ്ങിയിട്ട് വരാം. സരയുവിനൊന്നും മനസ്സിലാവുന്നില്ല. സരയു മനു പോയപ്പോൾ പറയാണ് ഷാരിയോട്, മനുവേട്ടന് ഇതെന്താ പറ്റിയേ? അവന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം മോളെ, നമുക്കും അവന് വേണ്ടി പ്രാർത്ഥിക്കാം. മനോഹർ വേഗം തന്നെ വരുണിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ വരുൺ എന്തൊക്കെയോ ആക്ഷനായിട്ട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ആൻറ്റിയും അവരുടെ മോളും വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ എന്നെ മതി എന്ന് പറഞ്ഞ് നടക്കുക. കല്യാണാലോചന അവൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വരുൺ പറയാണ്, എന്നാൽ ഞാൻ മാറി നിൽക്കാമെന്ന്. അപ്പോൾ അത് മനോഹറിന് നല്ല സന്തോഷമായി. മാറി നിൽക്കും. വല്ലാത്തൊരവസ്ഥ തന്നെ. മനോഹർ നേരെ ഒളിഞ്ഞ് പതുങ്ങിപ്പോയത് പൂജാരിയുടെ മുമ്പിലാണ്. പൂജാരി മനോഹറിൻ്റെ പതർച്ച കണ്ട് ചോദിക്കുകയാണ്, എന്താ? അപ്പോൾ മനോഹറും തിരിച്ചു ചോദിക്കുകയാണ്, എന്താ? ഒന്നുമില്ല. പൂജാരി ചോദിക്കുകയാണ്, മൊത്തത്തിലൊരു വെപ്രാളം. പൂജാരിക്ക് പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തിട്ട് മനോഹർ പറയാണ്, ദേ വെപ്രാളത്തിനുള്ള സമ്മാനിതേ. തിരുമേനി ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ആയിക്കോട്ടെ. അപ്പോൾ തിരുമേനി പെട്ടെന്ന് തന്നെ പ്രസാദം എടുത്ത് കൊടുക്കുകയാണ്. നേരെ പോയത് ഷാരിയുടെയും സരയുവിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് മനോഹർ പറയാണ്, ഇതാ അർച്ചനയുടെ പ്രസാദം. സരയുവിനവൻ തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നന്നായി വരട്ടെ. സരയു ആണെങ്കിൽ തിരിച്ച് മനോഹറിനും വെച്ച് കൊടുക്കുകയാണ് പ്രസാദം. ഷാരി അതേസമയം ചുറ്റും നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവനെ മുട്ടുകാലിൽ എഴുതിക്കണേ ഭഗവാനെ എന്ന്. എന്നാൽ പിന്നെ പോകാം. അല്ല, ഞാൻ അർച്ചന കഴിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ മനുവേട്ടൻ. ഞാൻ കഴിപ്പിച്ചല്ലോ, അത് മതി. ഷാരി, അതെ, ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ അർച്ചന കഴിപ്പിക്കാൻ പാടുള്ളൂ. അതെ, അല്ലെങ്കിൽ ദോഷ. അപ്പോൾ സരയു, അങ്ങനെയൊക്കെയുണ്ടോ? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. മോള് വാ. സരയു നടക്കുന്നതിൻ്റെ ഇടയിൽ പറയാണ്, മനുവേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇന്നത്തെ ആ ഡീൽസ് ഉറപ്പായിട്ട് നടക്കും. അതുകൊണ്ടാണ് എന്നെ ഇവിടെ വെച്ച് മനുവേട്ടനെ കാണാൻ പറ്റിയത്.
അതേസമയം ഷാരി മനസ്സിലെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. അതെ അതെ, അങ്ങനെ തന്നെ ഞാനും കരുതുന്നത്. ഷാരി ആ സമയം മനോഹറെ തന്നെ നോക്കുകയാണ്. മനോഹർ എന്തൊക്കെയോ ഷാരിയോട് ആക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. മോളെയും കൂട്ടി പോകാനായിരിക്കും. അപ്പോൾ ഷാരി പെട്ടെന്ന് തന്നെ പറയാണ്, ആ നമുക്ക് പോകാം മോളെ, ഇവൻ വലിയ ഡീലിങ്സൊക്കെ നടത്താൻ പോവുമല്ലേ, അപ്പോൾ 1-2 ക്ഷേത്രത്തിൽ കൂടി നമുക്ക് പോകാം. അത് കേട്ട് മനോഹർ, എത്ര ക്ഷേത്രത്തിൽ കയറിയാലും അത് അധികമാവില്ല, നടയടക്കുന്നതിന് മുമ്പ് പോകാൻ നോക്ക്. ശരി മനുവേട്ടാ, ഞാൻ മനുവേട്ടൻ്റെ പേരിൽ അർച്ചനയും വഴിപാടും ഒക്കെ കഴിപ്പിച്ചോളാം. മനോഹർ പറയാണ്, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അത് പിന്നെ മനുവേട്ടന് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്നാൽ പിന്നെ പെട്ടെന്ന് വിട്ടോ, ഇവിടെ എൻ്റെ 1-2 മലയാളി ഫ്രണ്ട്സുണ്ട്. അല്ല, അവരുകൂടി വരുന്നുണ്ട്. അവരാണെങ്കിലോ എല്ലാവരും കോടീശ്വരന്മാരാ. സരയു സന്തോഷത്തോടെ കൈകൊടുത്തിട്ട് പറയാണ്, മനുവേട്ടാ എന്നെ ഇടയ്ക്ക് വിളിക്കണേ. ശരി മോളൂ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴാണ് മനോഹറിന് ആശ്വാസമായത്. ഇനി അവൻ വന്ദനയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി പോകുമ്പോൾ മനോഹർ ഒന്ന് നോക്കുകയാണ്. കാണാൻ തരക്കേടില്ല, പിന്നീട് നോക്കാം. മനോഹർ വരുണിൻ്റെ അടുത്തെത്തിയിട്ട് പറയാണ്, എൻ്റെ മോളൂ, ഇതുപോലെ ഒരുപാട് മുറപ്പെണ്ണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം കണ്ടവൾ കല്യാണിയോളം കുഴപ്പക്കാരിയല്ല, എന്നാലും ഡേഞ്ചറാ. അവളും എന്നെ കെട്ടാനായിട്ട് ഒരുപാട് ആലോചിച്ചതാ. സത്യം പറഞ്ഞാൽ വിഷുവായിട്ട് ഞാൻ മുങ്ങി നടക്കുക. എല്ലാവരും ഒത്തുകൂടുന്ന ദിവസമാണ് ഈ കല്യാണിയും സരിയും ഒക്കെ ഉൾപ്പെടെ എല്ലാ ആൻറ്റിമാരുടെ മക്കളും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കല്യാണാലോചനകൾ മുടക്കിക്കൊണ്ടിരിക്കും. അതേ മോളൂ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ശരിക്കും മുങ്ങിയതാ. അതിനിടയ്ക്ക് അവരിങ്ങോട്ട് വരും എന്ന് ഞാൻ കരുതിയേയില്ല മോളൂ. അതെ അതെ, മോളുവിനെ അവർ കാണാത്തത് വളരെ ഭാഗ്യമായി. വാ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് അടുത്തൊരു കാർ വന്ന് നിൽക്കുന്നത്. ആ കാറിൽ നിന്നും ഇറങ്ങിയത് കണ്ട് മനോഹർ ഞെട്ടാണ്. കാറിൽ നിന്നും ഇറങ്ങിയത് മറ്റാരുമല്ല, ജുബാന, അതേപോലെ തന്നെ നിഷ, കല്യാണി, ഇവരൊക്കെയാണ്. അപ്പോൾ മനോഹർ തലക്കടിച്ചിട്ട് പറയാണ്, എൻ്റെ അമ്മോ, ദേ അടുത്തയാൾ വരുന്നു. ഈ വരുന്നവർ എല്ലാം എൻ്റെ അമ്മാവൻ്റെ മക്കളാണ്. എന്നെ കണ്ട പ്രശ്നമാവും, ഞാനൊന്ന് മാറി നിൽക്കട്ടെ. മനോഹർ അപ്പം തന്നെ അവിടുന്ന് മുങ്ങി മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അവരാണെങ്കിലോ 3 പേരും ഒരുപോലെ മുന്നോട്ടേക്ക് വരികയാണ്. ജുബാന, കല്യാണി, നിഷ. അവരൊക്കെ മുന്നോട്ട് വരുന്നത് കണ്ട് വരുണിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കാര്യം വരുണിന് അവരെ 3 പേരെയും അറിയാമല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.